ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൊരു പുളിയിഞ്ചി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ വീഡിയോ ഒക്കെ ഞാൻ ഓണത്തിൻ്റെ സമയത്ത് എടുത്ത് വെച്ചതാണ് കേട്ടോ. എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും ഇടാഞ്ഞത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറച്ച് പച്ചമുളക് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ പുറത്തോട്ട്. അപ്പോൾ ഇവിടെ കുറച്ചൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ട് കുറച്ച് പച്ചമുളകും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, പിന്നെ 2-3 ചെറിയ ഉള്ളിയാണ് എടുത്തേക്കണേ. അപ്പോൾ ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ കേട്ടോ പുളിയിഞ്ചി. പിന്നെ ഞാൻ ഇത് ഓണത്തിൻ്റെ തലേ ദിവസമൊക്കെ ഉണ്ട് ഇത് ഉണ്ടാക്കി വെച്ചത്. പിന്നെ ഞാൻ കുറച്ച് പുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നത്, നമുക്കൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്ത് നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചാണ് എടുത്തേക്കുന്നത്. നമുക്കതിന് പകരം കുഞ്ഞതായിട്ട് അരിഞ്ഞാണെങ്കിലും എടുക്കാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും. അപ്പോൾ അതിന് പകരം ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു. പിന്നെ ഒരു ചട്ടി വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതിൻ്റെ കടുക് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ, അപ്പോൾ അത് ഫസ്റ്റ് ഒന്നിട്ട് നല്ലോണം മൊരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം നന്നായിട്ട് മൊരിയണം കേട്ടോ ഇത്, എന്നാലും അതിൻ്റെ പച്ചപ്പും മണങ്ങളും കാര്യങ്ങളൊക്കെ മാറാനായിട്ട്. എന്നാലും നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞാൽ 1-2 ദിവസമൊക്കെ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, പിന്നെ കറിവേപ്പില, അതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ 2-3 ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് ചെറുതാക്കി അതൊന്ന് അരിഞ്ഞാണ് കേട്ടോ ഞാൻ ഇട്ടേക്കണത്. കണ്ടോ, ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് അതേപോലെ തന്നെ പച്ചമുളകാണ് ഇപ്പോൾ ഇട്ടത്. പച്ചമുളക് ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം നന്നായിട്ട് മൊരിയിച്ചെടുക്കാം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ലോണം മൊരിയിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-3 ദിവസം വരെ കേട് കൂടാണ്ടിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കേടായി പോകും. പിന്നെ നല്ലോണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം ഞാൻ അതിൽ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു, അതേപോലെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി കേട്ടോ. അപ്പോൾ ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ മുളക് പൊടിയും ഇടുമ്പോൾ എരിവ് നോക്കിയിട്ട് ഇടാം കേട്ടോ. പച്ചമുളക് നമ്മൾ ഇടുന്നതാണല്ലോ, അപ്പോൾ അത് നോക്കിയിട്ട് ഇടാം. അതിനുശേഷം ഞാൻ എടുത്ത് വെച്ച പുളി ഉണ്ടല്ലോ, പുളി പിഴിഞ്ഞ വെള്ളം അത് ഒഴിച്ചു കൊടുത്തേട്ടോ. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ. പുളിവെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇതിൽ ശർക്കര ഇട്ട് കൊടുത്തത്. ഇത് പുളിയിഞ്ചി ആയതുകൊണ്ട് ഇതിന് കുറച്ച് പുളിരസമാണ് കേട്ടോ കൂടുതൽ, മധുരത്തിനേക്കാളും കുറച്ച് പുളിയാണ് കൂടുതൽ മുൻപന്തി നിന്നത്. അപ്പോൾ ഞാൻ 2 കട്ട ശർക്കര ഇട്ടായിരുന്നു, 2 അച്ച് ശർക്കര ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരെണ്ണം ഇട്ടു, പക്ഷേ അത് അത്ര മധുരം പോരായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ആവശ്യത്തിനുള്ള മധുരം, ഒരുപാട് മധുരമില്ല, നമുക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ ശർക്കര. അപ്പോൾ ഞാൻ ഇത്ര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഉലുവ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിക്കാം കേട്ടോ. ഉലുവയും ഇതിലിട്ട് കൊടുക്കാം. ഞാൻ ഉലുവയൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ വേറെ ഒന്നും ചേർത്തിട്ടില്ല. പെട്ടെന്ന് നമുക്ക് എനിക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് വയ്യാത്തത് കാരണവും പിന്നെ എനിക്കിത് ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം കാരണം ഞാൻ വേഗം എനിക്ക് പറ്റണ പോലെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഓണത്തിൻ്റെ തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് ഞാനിത്. ഇപ്പം നന്നായിട്ട് നമ്മുടെ പുളിയിഞ്ചി നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു പരുവത്തിലപ്പം ഞാൻ എടുത്ത് മാറ്റിയായിരുന്നു. പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഒരുപാട് പുളിവെള്ളം കുറച്ച് കൂടിപ്പോയി. ഞാൻ കുറച്ച് നേരം കൂടുതലിട്ടത് വറ്റിച്ചെടുത്തു. അപ്പം ഞാൻ ഈ ഒരു പാകത്തിന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇരിക്കുന്തോറും ഇത് കുറച്ചും കൂടി ഒന്ന് കുറുകും. അപ്പം ഞാൻ ഈ ഒരു പാകത്തിന് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കലത്തിലാണല്ലോ, മൺചട്ടിയിലാണ് ഉണ്ടാക്കിയതാണ്, ഒന്നും കൂടി ഇതിന്ന് കുറുകും. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തും സപ്പോർട്ട് ചെയ്യാം.